ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു എക്കോസിസ്റ്റം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ആ ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, എനർജി ഫ്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമേ ഒരു എക്കോസിസ്റ്റം അതിൻ്റെതായ സ്റ്റെബിലിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫുഡ് ചെയിനിനെ പറ്റിയാണ്. ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ഇതൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫുഡ് ചെയിനിനെ പറ്റി പറയാം. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചെയിൻ ആയിട്ടുള്ള മാനറിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സീക്വൻഷ്യൽ മാനറിൽ ഓർഗാനിസംസിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ട്രോപ്പിക് ലെവലിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, ഫുഡ് ചെയിൻ എന്ന് പറയുക. അതായത് ഫസ്റ്റ് ഒരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും. ഏറ്റവും ബേസിക് ലെവലിൽ, ഏറ്റവും ബോട്ടം ലെവലിൽ ഒരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എന്നാൽ സൺലൈറ്റ് എന്ന്, മെയിനായിട്ട് നമ്മളെ എനർജി സോഴ്സ് സൺലൈറ്റാണ്. അപ്പോൾ സൺലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, അവർ നമുക്ക് ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. അവരായിരിക്കും പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കും. നോർമൽ കേസിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്ലാന്റ്സിനെയാണ് പ്രൊഡ്യൂസേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ സൈനോബാക്ടീരിയ, ആൽഗെ തുടങ്ങിയ ആൾക്കാരായിരിക്കും ഈ പ്രൊഡ്യൂസർ ലെവലിൽ വരിക. അതായത് ഏറ്റവും ബേസിക് ബോട്ടം ലെവലിൽ വരിക. അതിനുശേഷം അവരെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, അവരെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈമറി കൺസ്യൂമർ ലെവലിൽ വരിക. തൊട്ട് മുകളിൽ ഏറ്റവും ബോട്ടം ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് വന്നു, അതിന് തൊട്ട് മുകളിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് വന്നു. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് പറയുമ്പോൾ ഹെർബിവോർസ് ആയിരിക്കും പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇനി അതിനെ ആശ്രയിച്ച് നിൽക്കുന്നവർ, അതിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയാം. മോസ്റ്റ്ലി സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്നത് കാർണിവോർസ് ആയിരിക്കും. അതായത് ഹെർബിവോർസിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരിക്കും കാർണിവോർസ്, സെക്കൻഡറി കൺസ്യൂമർ ലെവലിൽ വരുന്നത്. ഇനി ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അതായത് ടേഴ്ഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ലെവലിൽ അത് പോകും. ടേഴ്ഷറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ ക്വാട്ടർണറി കൺസ്യൂമേഴ്സ്, ആ ലെവലിൽ പോകും. ഇപ്പം ഇത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കായിരിക്കും ഈ ഒരു രീതിയിൽ പോകുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഓരോ ഓർഗാനിസംസും തിന്നുന്നുണ്ട്, അതേസമയം തിന്നപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ലെവലിന്, അതായത് പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടേഴ്ഷറി കൺസ്യൂമേഴ്സ്, അങ്ങനെ ഓരോ ലെവലിനെയും, അതിനെയാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന പേരിൽ പറയുന്നത്. ഓരോ ട്രോപ്പിക് ലെവലിനാണ് നമ്മൾ ഇതിനെ ഓരോന്നിനെയും പറയുന്നത്. ഇനി ഇതിലേറ്റവും ടോപ്പിൽ വരുന്ന ആൾക്കാർ നമ്മൾ അപ്പെക്സ് കൺസ്യൂമേഴ്സിന് ഉള്ള രീതിയിൽ കൂടി പറയും. ഇനിയിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഈ ഫുഡ് ചെയിനിൽ അധികം അങ്ങ് ചില സമയത്ത് സ്ട്രെസ് ചെയ്ത് പറയാത്ത ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡീകമ്പോസേഴ്സിന് വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. കാരണം ഏതൊരു ഓർഗാനിസം ആയാലും അതിൻ്റെ ഡെത്ത് ആൻഡ് ഡീക്കേ നടക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഡീകമ്പോസേഴ്സ് ഉണ്ടായാലേ മതിയാവും. ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ആൽഗെ ആവാം, ഫഞ്ചൈ, ബാക്ടീരിയ, ആക്ടിനോമൈസൈറ്റ്സ്, പ്രോട്ടോസോവ, അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉണ്ട് ഡീകമ്പോസേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ. അപ്പോൾ അവരുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എക്കോസിസ്റ്റം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഡീകമ്പോസേഴ്സ് ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അതേപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. റീസൈക്കിൾ ചെയ്യുന്നില്ല, എനർജിയും കാര്യങ്ങളും മെറ്റബോളൈറ്റ്സും ഒന്നും റീസൈക്കിൾ ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ ഡീകമ്പോസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു ഫുഡ് ചെയിനിൽ ഓരോ ട്രോപ്പിക് ലെവൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ സൺലൈറ്റിൽ നിന്ന് എനർജി എടുത്തു കഴിഞ്ഞാൽ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഈ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുൾ എനർജിയും വെച്ചിട്ടല്ല അവരൊരിക്കലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് ആ സൺലൈറ്റിൻ്റെ വളരെ കുറച്ച് ശതമാനം എനർജി മാത്രം വെച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന, അതിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അവരൊരിക്കലും ഈ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയ കംപ്ലീറ്റ് എനർജിയും അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പ്രൈമറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത് ഇതിൽ വളരെ കുറച്ച് എനർജി മാത്രമായിരിക്കും. ഇനി ഇതിനെ ഫീഡ് ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത് അതിലും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമായിരിക്കും. അങ്ങനെ ഓരോ ലെവൽ കടന്ന് പോകുമ്പോൾ ഇതിൽ എനർജിയുടെ ട്രാൻസ്ഫർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് എനർജി ഓരോ ലെവലിലേക്കും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഇതിങ്ങനെ എഫിഷ്യൻസി കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഒരു ഫുഡ് ചെയിൻ ഒരിക്കലും ഒരുപാട് ലോങ് ആയിരിക്കില്ല. ഒരുപാട് ലോങ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റുള്ള ആൾക്കാർക്ക് എനർജി കിട്ടില്ല. അതുകൊണ്ട് ഒരു ഫുഡ് ചെയിനിലുള്ള ട്രോപ്പിക് ലെവൽസിൻ്റെ എണ്ണം കുറവായിരിക്കും. ഒരു മാക്സിമം നമ്പർ കടന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അങ്ങ് പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ ട്രോപ്പിക് ലെവലിലും ഉണ്ടാക്കുന്ന എനർജി അവരെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് അത് അവർ ബയോമാസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ റെസ്പിറേഷൻ,
ഡൈജഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾക്കായിട്ട് അത് നഷ്ടപ്പെട്ട് പോവാം. പിന്നെ ചിലപ്പോൾ ഡെത്ത് ആൻഡ് ഡീക്കേ നടക്കാം, പിന്നെ ഹീറ്റ് ലോസ് വഴി പോവാം. പക്ഷേ ഈ ബയോമാസ് ആയിട്ട് പോകുന്നതിൽ മാത്രമേ അടുത്തൊരു ട്രോപ്പിക് ലെവലിലേക്ക് പോകൂ. അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല, എന്നാലും ബയോമാസ് ആയിട്ട് പോകുന്നത് മാത്രമേ അടുത്തൊരു ലെവലിലേക്ക് പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ചെറിയൊരു എമൗണ്ടിൽ മാത്രമേ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാ ഈടെയാണ് ആ ഇമ്പോർട്ടൻ്റ് റൂള് വരുന്നത്, അതായത് റൂൾ ഓഫ് തമ്പ് എന്ന് പറയും. അപ്പോൾ ഈ റൂള് പറയുന്നത് വെച്ചാൽ 10% എനർജി മാത്രമേ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് അടുത്തൊരു ട്രോപ്പിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഒരു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോൾ ഈ പ്രൈമറി കൺസ്യൂമറിലേക്ക് പോകുമ്പോൾ ആകെ 10% എനർജി മാത്രമേ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതൊന്ന് സെക്കൻഡറി കൺസ്യൂമറിലേക്ക് പോകുമ്പോൾ ഈ പ്രൈമറിയിലുള്ളതിൻ്റെ 10% എനർജി മാത്രമേ അങ്ങോട്ട് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് റോൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ചെയിൻ തന്നെ 3 ടൈപ്പിൽ മെയിനായിട്ട് പറയാം. എക്കോസിസ്റ്റത്തിൽ 3 ടൈപ്പിൽ ഫുഡ് ചെയിൻ മെയിനായിട്ട് പറയാം. അതെന്ന് പറയുന്നത് ഗ്രേസിങ് ഫുഡ് ചെയിൻ, പാരസൈറ്റിക് ഫുഡ് ചെയിൻ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഇതിൽ ഗ്രേസിങ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ അവർ ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കും. ഒരു സ്ഥലത്ത് ഗ്രേസിങ് ഫുഡ് ചെയിൻ മാത്രം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇത് മൊത്തത്തിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റിന് ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഗ്രീൻ പ്ലാന്റ്സിനെ പറ്റിയായിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ പ്ലാന്റ്സ് സൺലൈറ്റ് എടുത്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹെർബിവോഴ്സ് ഫീഡ് ചെയ്യും, ഹെർബിവോഴ്സിനെ പിന്നെ കാർണിവോഴ്സ് ഫീഡ് ചെയ്യും. അങ്ങനെ പോകുന്നതിനെ പറ്റി നമ്മൾ നോർമൽ പറയുന്ന ഫുഡ് ചെയിനാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേസിങ് ഫുഡ് ചെയിനിൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കി അവർ ഓട്ടോട്രോഫ്സ് ആണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ഹെർബിവോഴ്സിന്, അവരെ ഫീഡ് ചെയ്യുന്ന ഹെർബിവോഴ്സിന് ഒരിക്കലും ആ പ്ലാന്റ്സ് ഉണ്ടാക്കിയ കംപ്ലീറ്റ് ഫുഡ് കിട്ടുന്നില്ല, കംപ്ലീറ്റ് എനർജി കിട്ടുന്നില്ല. അതിന് പകരം കുറേയെല്ലാം ആ പ്ലാന്റ്സ് റെസ്പിറേഷൻ വഴി നഷ്ടപ്പെട്ടു പോവാം, ഡെത്ത് ആൻഡ് ഡീക്കേ നടന്നിട്ട് നഷ്ടപ്പെട്ടു പോവാം. അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് പെർസെൻറ്റേജ് 10% മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമേ അടുത്ത ഹെർബിവോർ ലെവലിലേക്ക് പോകുന്നുള്ളൂ, അതായത് പ്രൈമറി കൺസ്യൂമർ ലെവലിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സിന് സെക്കൻഡറി കൺസ്യൂമറിലേക്ക് അങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇതിപ്പോൾ ഗ്രാസിങ് ഫുഡ് ചെയിനാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പാരസൈറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ പാരസൈറ്റിസ് നമുക്കറിയാലോ, അതൊരു ഓർഗാനിസം തമ്മിലെ ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഒരിക്കലും പ്രിഡേഷൻ അല്ല വരുന്നത്. അത് ഒരു പാരസൈറ്റിക് ഒരു ഹോസ്റ്റ് ഉണ്ട്, പാരസൈറ്റും ഉണ്ട്. അപ്പോൾ ഹോസ്റ്റ് ആയിരിക്കും എപ്പോഴും ലാർജ് സൈസ് ആയിട്ടുള്ളത്. ആ ലാർജ് സൈസ് ആയിട്ടുള്ള ആ ഓർഗാനിസത്തിന്, ആ ഹോസ്റ്റിന് പാരസൈറ്റ് ഫീഡ് ചെയ്യും. അങ്ങനെ പോകും. പക്ഷെ അതിനൊരിക്കലും കൊല്ലുന്നില്ല, പകരം അത് പാരസൈറ്റിസം മാത്രം നടക്കുന്നത്. അതാണ് പാരസൈറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ചെയിനാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഡെട്രിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡീക്കേ ആയിട്ടില്ലേ ആ മാറ്റേഴ്സിന്, ആ മെറ്റബോളിക് എനർജിയും ഡെത്ത് ഡീക്കേ നടന്നിട്ടില്ല ആ പ്ലാന്റിൻ്റെ ആയാലും മറ്റേത് ഓർഗാനിസത്തിൻ്റെ ആയാലും ആ പാർട്ടിനെയാണ് ഡെട്രിറ്റസ് എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് ചെയിനിൽ ഏറ്റവും ബേസിക് ലെവലിൽ, ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്നത് ഈ പറഞ്ഞ ഡെട്രിറ്റസ് ആയിരിക്കും. ഡെത്ത് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ആൽഗെ, ഫഞ്ചി, ബാക്ടീരിയ, പ്രോട്ടോസോവ, അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ എനർജി യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഡെഡ് ഓർഗാനിക് മാറ്റർ ആയിരിക്കും എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ 3 ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും നല്ല രീതിയിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് കടന്നു പോകുന്നത് ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലാണ്. കാരണം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എനർജി, അതുപോലെ മിനിമം വേസ്റ്റേജ് ഓഫ് എനർജി നടക്കുന്നത് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലാണ്. ഇപ്പം ആ ഡെട്രിറ്റസ് മാറ്ററിന് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വന്നിട്ട് അവർ അതിൽ മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തി കുറച്ചും കൂടി സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാക്കി. ആ മോളിക്യൂൾസ് ആയിരിക്കും അടുത്ത ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, അതിനെയായിരിക്കും അവർ ഫീഡ് ചെയ്യുക. അവരതിനെ വീണ്ടും സ്മോളർ മോളിക്യൂൾസ് ആക്കി മാറ്റും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് മാനറിലാണ് പോകുന്നത്. അല്ലാതെ ഗ്രേസിങ് ഫുഡ് ചെയിനിൽ പോകുന്ന പോലെ ഒരു കൃത്യമായിട്ടുള്ള എൻറ്റിറ്റീസ് വെച്ചിട്ടല്ല, അതിനൊരു കണ്ടിന്യൂസ് എനർജി ഫ്ലോ ആണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്ന, കുറച്ചും കൂടി എനർജി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് ചെയിനാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഫുഡ് ചെയിനിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫുഡ് ചെയിൻ നമ്മൾ പറഞ്ഞു ഓരോ ട്രോപ്പിക് ലെവൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രോപ്പിക് ലെവലിൽ ഒരു ഓർഗാനിസം മാത്രം ആയിരിക്കണം എന്നില്ല വരുന്നത്. ഒരു ലാർജ് എക്കോസിസ്റ്റം, ഒരു ലാർജ് കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ
ഒരു ലെവലിൽ, ഒരു ട്രോപ്പിക് ലെവലിൽ വരുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓർഗാനിസംസ് തരാം, ചിലപ്പോൾ ഓരോ ഓർഗാനിസം തന്നെ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവലിലും വരാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാസ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഗ്രാസ് ലാൻഡിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഗ്രാസ് ആയിരിക്കും. ആ ഗ്രാസിനെ ഫീഡ് ചെയ്യുന്ന ഗ്രാസ് ഹോപ്പേഴ്സ് ആയിരിക്കും പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ട് നമുക്കിപ്പോൾ ഫ്രോഗിനെ എടുക്കാം. ഇനി അഥവാ ചിലപ്പം ഫ്രോഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ആൾക്കാർ, ഇപ്പം ഓന്ത് ചിലപ്പോൾ ഈ ഗ്രാസ് ഹോപ്പറിനെ ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസം വന്നിട്ട് ഫീഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സെക്കൻഡറി കൺസ്യൂമർ എന്നില്ല ആ ഒരു ലെവലിൽ ഇപ്പോൾ 2 ആൾക്കാരെ പറ്റി പറഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ചിലപ്പോൾ ഒരു ട്രോപ്പിക് ലെവലിൽ തന്നെ വരാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു ഓർഗാനിസം തന്നെ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവലിലേക്കും കടന്നു പോവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഈ ഫുഡ് ചെയിൻ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല, അക്യുറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അന്ന് ഫുഡ് വെബിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിലെ കംപ്ലീറ്റ് കണക്റ്റഡ്നെസ്, ഏതെല്ലാം ട്രോപ്പിക് ലെവലിൽ ഏതെല്ലാം ഓർഗാനിസം വരുന്നു, അവരെങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഏതിനെ തിന്നുന്നു, ഏത് തിന്നപ്പെടുന്നു, അങ്ങനെ മൊത്തം കാര്യങ്ങളും ഒരു കണക്റ്റഡ് രീതിയിൽ വരുന്നതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് വെബും ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് രീതിയിലുണ്ട്. അതുപോലെ ഒരു ഫുഡ് വെബിൽ നമ്മൾ ആരോ മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോ ഓർഗാനിസത്തിനെ മറ്റൊരു ഓർഗാനിസം ഫീഡ് ചെയ്യുന്നതെന്ന് കാണിക്കണമെങ്കിൽ ആ ഓർഗാനിസത്തെ സ്റ്റാർട്ട് ചെയ്ത് ഏത് ഓർഗാനിസമാണോ ഫീഡ് ചെയ്യുന്നത് പ്രിഡേറ്ററിലേക്കായിരിക്കും ആരോ മാർക്കിൻ്റെ ഹെഡ് ആ രീതിയിലായിരിക്കും വരക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഒരു എക്കോസിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർ തമ്മിൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ആ സ്ഥലത്തെ ഫുഡ് വെബ് കുറച്ചും കൂടി മാക്സിമൈസ് ചെയ്ത രീതിയിൽ, കുറച്ചും കൂടി വെബഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഫുഡ് വെബ് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. കണക്റ്റഡ്നെസ് ഫുഡ് വെബ്, എനർജി ഫുഡ് വെബ്, അതുപോലെ ഫങ്ഷണൽ ഫുഡ് വെബ്. ഇതിൽ കണക്റ്റഡ്നെസ് ഫുഡ് വെബ് നമുക്ക് ആ ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ഓർഗാനിസംസും എത്രത്തോളം ഓർഗാനിസംസ് കണക്റ്റഡ് ആണ്, ആ കണക്ഷൻ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫുഡ് വെബ്, ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കണക്റ്റഡ്നെസ് ഫുഡ് വെബ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലെ എത്ര ഓർഗാനിസം ഏതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി എനർജി ഫ്ലോ ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ ഏതിന്ന് ഏതിലേക്കാണ് എനർജി ഫ്ലോ പോകുന്നത് എന്നുള്ള കാര്യമായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അതുമാത്രമല്ല, അപ്പോൾ നമുക്ക് 2 ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം സ്ട്രോങ് ആണ്, അതിൻ്റെ സ്ട്രെങ്ത്തും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആരോ മാർക്കിൻ്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ആ 2 ഓർഗാനിസം എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു എനർജി ഫ്ലോ ഫുഡ് വെബിൽ. ഇനി 3ാമത്തെ ഒരു ടൈപ്പ് ഫുഡ് വെബാണ് ഫങ്ഷണൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫുഡ് വെബ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടാണ്. അതായത് ഓരോ ഓർഗാനിസം എത്രത്തോളം സ്പെസിഫൈഡ് ആയിട്ടുള്ളത്, എത്രത്തോളം ആ ഓർഗാനിസത്തിനുള്ള ഫങ്ഷൻ, ആ ഓർഗാനിസത്തിനെ മാത്രം കൺസിഡർ ചെയ്ത് വരുന്നതാണ് ഫങ്ഷണൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഓർഗാനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഓരോ ഓർഗാനിസം എത്രത്തോളം ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നതാണ് ഫങ്ഷണൽ ഫുഡ് വെബ് എന്ന് പറയാം. ഇപ്പോൾ ചില പ്രത്യേക സ്പീഷീസ് ഉണ്ടാവും, അത് ആ ഓർഗാനിസം ആയിരിക്കും ബാക്കി എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഫുഡ് വെബ് വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു എക്കോസിസ്റ്റത്തിൽ ഫുഡ് ചെയിൻ്റെയും ഫുഡ് വെബിൻ്റെയും ഇമ്പോർട്ടൻസ് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് ചെയിനെ പറ്റി പറയുമ്പോൾ ഒരു സീക്വൻഷ്യൽ മാനറിൽ സീരീസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് അതിൽ പ്രൊഡ്യൂസേഴ്സിനെ പറഞ്ഞു, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അപ്പെക്സ് കൺസ്യൂമേഴ്സ്, ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഡീകമ്പോസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതുപോലെ ഫുഡ് ചെയിനിൽ റൂൾ ഓഫ് തമ്പ് നമ്മൾ പറഞ്ഞു, 10% എനർജി മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഈ ഫുഡ് ചെയിൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൽ പറഞ്ഞു, ഗ്രേസിങ് ഫുഡ് ചെയിൻ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ, പാരസൈറ്റിക് ഫുഡ് ചെയിൻ, അങ്ങനെ 3 ടൈപ്പ് പറഞ്ഞു. പിന്നെ ഈ ഫുഡ് ചെയിനെ കൊണ്ട് പറയാൻ പറ്റാത്ത കേസിൽ നമ്മൾ ഫുഡ് വെബിനെ പറ്റി പറയാം. കൂടുതൽ കണക്റ്റഡ്നെസ് കാണിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമുക്ക് ഫുഡ് വെബിനെ പറ്റി പറയാം. അപ്പോൾ ഫുഡ് വെബ് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നമുക്ക് ആരോ മാർക്ക് കാണിച്ചിട്ട് ഓരോ ഓർഗാനിസത്തിന് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്ന രീതിയിൽ ഫുഡ് വെബ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഫുഡ് വെബിൽ 3 ടൈപ്പ് പറഞ്ഞു. ആ 3 ടൈപ്പാണ് കണക്റ്റഡ്നെസ് ഫുഡ് വെബ്, ഫങ്ഷണൽ ഫുഡ് വെബ്, അതുപോലെ എനർജി ഫ്ലോ ഫുഡ് വെബ്. ഈ 3 കാര്യങ്ങളാണ് ഫുഡ് വെബിൽ പറഞ്ഞത്. താങ്ക് യു.